ചേട്ടാ സിഗരറ്റ്. ബേബി വ്ലോഗ്സ് അല്ലേ? അതെ, അറിയോ? ബ്രോ ഈ എഫ് ഇൻസ്റ്റയിൽ ലൈവ് ആണെന്നല്ലേ? കാണാറുണ്ടോ ലൈവൊക്കെ? 2 ദിവസം മുമ്പ് ഒരു കല്യാണത്തിന്റെ വീഡിയോ വെച്ചാൽ ഓ, എന്നെ 2 കട്ട ചങ്സിന് വേണ്ടി കണ്ടതാണോ ലൈവൊക്കെ? ആ ഇല്ല പെണ്ണിനെ അറിയും. ആണോ? എങ്ങനെ, എന്താ പരിചയം? എന്റെ പെങ്ങളാ. അമ്മേ, അച്ഛാ, അച്ഛനോട് ക്ഷമിക്കും. എന്തിന്? അല്ല, ഞാൻ അച്ഛനോട് നമ്മൾ ചോദിക്കാണ്ടല്ലേ അവളെ വിളിച്ചിറങ്ങിയോണ്ട് വന്നത്. നിങ്ങളിങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാ വെച്ചാൽ പറ്റണല്ലോ എനിക്ക്. അതുകൊണ്ട് എടാ, ഇതൊക്കെ പലയിടത്തും സംഭവിക്കും. ഞാനായതുകൊണ്ട് നീ കാര്യത്തിൽ രക്ഷപ്പെട്ടു. വേറെ വല്ല പിള്ളേരുടെ അച്ഛന്മാരായിരുന്നെങ്കിലേ എന്തായിരിക്കും? എന്നെ മടല വെട്ടി തല്ലിട്ടുണ്ടായിരിക്കും കേട്ടാ. അച്ഛനെ തല്ലാൻ തോന്നുന്നുണ്ടെങ്കിൽ അച്ഛനെ തല്ലിക്കും. എന്താടാ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഹരി, എന്താ എടാ ഒന്ന് വന്നേ. എന്താ എന്താ എടാ ഇങ്ങ് വന്നടാ ഒന്ന്. ചെറിയ കാര്യമുണ്ട്. ഒന്ന് വന്നടാ. ഒന്നുമില്ല, ഒന്ന് മോളിൽ പോകാനായിട്ടാ. കാര്യം പറഞ്ഞിട്ട് പോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ ബേബി അവന്മാര് വന്നിട്ട് എടാ അത് മൊത്തം നിനക്കത് പേ പിടിച്ച കാര്യം പറഞ്ഞ പുല്ലേ? പേടിച്ച എനിക്കല്ലടാ അവന്മാർക്കാ. ആർക്ക്? എടാ നമ്മുടെ ബേബിയുടെ അവന്മാർ കൊണ്ടോടാ. ആര് പൊക്കിയെന്ന്? എടാ സത്താറ്. അതാരാ? നിന്റെ രഹനടാ ആങ്ങളെയാടാ. അയ്യോ, അയ്യാന്നാ. എടാ അവന്റെ കൂടെ എന്തിനു 3 പേരെ കൊണ്ടുവരണ്ടാ. ഇനി എന്ത് ചെയ്യും നമ്മള്? ഇനിയാ എടാ അവൻ എന്തായാലും നിന്റെ ഫോണിൽ വിളിക്കും. എടാ ഫോൺ താഴെ അച്ഛൻ്റെ ഇല്ല. പോണോന്ന്. ശരി, ഞാനവനെ കൊണ്ടുവരാം. ഹരി, റെഡിയാക്കി നമുക്കൊരു സ്ഥലം വരെ പോകാൻ. ശരി അച്ഛാ. എടാ ഹരി, എടാ വാടാ, രക്ഷിക്കടാ. എടമ്മമാരെ എന്നെ കൊല്ലൂടാ. സഖാവേ ഓടിയോ. ഇതെന്താടാ അച്ഛനെ കൂട്ടിയിട്ട് ഇവിടെ വല്ല PT മീറ്റിംഗ് ഉണ്ടോ? എന്താടാ PTA മീറ്റിങ്ങിന് മാത്രമേ നീ നിന്റെ തന്തയെ പറഞ്ഞയക്കി തന്നോ? ഡോ നാവിടെ കട ചക്ക. സാറേ, ഈ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇവനെ ഞാൻ ഇവിടെ ഇട്ട് കത്തിക്കും. താരക്ക ചുമ്മാ പ്രശ്നം ഉണ്ടാക്കരുത്. ബേബിനെ വെറുതെ വിട്ടേ. ഇവനെ വെറുതെ ഉണ്ടെങ്കിൽ എന്റെ പെങ്ങളാദ്യം ഇങ്ങോട്ട് കൊണ്ടുപോവാ. പേനൊക്കെ അവിടെ പെങ്ങളായിരിക്കും, പക്ഷെ ഇപ്പോൾ അവൾ എൻ്റെ ഭാര്യ കൂടിയാ. ഷെഫേ, അവൻ പറയണ കേട്ടില്ലേ, ഞാൻ അവൻ്റെ അളിയനാന്ന്. എൻ്റെ പുന്നാരാളിയും കൊണ്ട് മാറുന്നേ, അല്ലെങ്കിൽ ഒരുത്തനും കൂടെ ജീവനോടെ പോയില്ല. ജീവനോടെയാണ് അവിടെ വന്നിട്ടുള്ളെങ്കിൽ തിരിച്ച് ജീവനോട് തന്നെ ആയിരിക്കും ഞങ്ങൾ പോവാം. എടാ കോപ്പേ, ഈ സമയത്ത് നീ കൊടുക്കത്തെ ഡയലോഗ് അടിക്കാണ്ട് എന്നെ രക്ഷിക്കണ. കണ്ടോ, സംഭവം മണ്ടറാണെങ്കിലും ബുദ്ധിയുണ്ട്. മര്യാദയ്ക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. മക്കളെ, നിയമപരമായിട്ട് അവൾ എൻ്റെ ഭാര്യ, എൻ്റെ മരുമോളും. അതുകൊണ്ട് നിയമപരമായിട്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ നിയമം തെറ്റിക്കാനാണ് നിൻ്റെയൊക്കെ പ്ലാനെങ്കിൽ പണ്ട് തോട്ടിലങ്ങാടിയിൽ എതിർ പാർട്ടിക്കാരുടെ ശവം പൊന്തിയ കഥ കേട്ടിട്ടുണ്ടോ നീയൊക്കെ? അതുപോലെ 2 ശവം കൂടി പൊന്തു നിൻ്റെയൊക്കെ. എടാ, നിൻ്റെയൊക്കെ മൂട്ടിലെ ചോര മാറുന്നതിന് മുമ്പേ ചെങ്കുടിയേന്തി വടിവാളെടുത്തവനായി ഞാൻ. അതുകൊണ്ട് പണിയേണ്ടി വന്ന പണിയും ഞാൻ. ഒരു ഭീഷണിയൊന്നുമില്ല. പേടിപ്പിക്കണ്ട. പറയുന്നത് രാഘവന, സഖാവ് രാഘവൻ. അതുകൊണ്ട് മര്യാദയ്ക്ക് അവനെ പറഞ്ഞിട്ടേക്ക്. അതല്ല കന്നം തെരുവ് കാണിക്കാനാണ് നിങ്ങളുടെയൊക്കെ പ്ലാനെങ്കിൽ വെട്ടിക്കുട്ടി പട്ടിക്കിട്ട് കൊടുക്കും ഞാൻ. കേട്ടടാ ഹരി, അവനെ വിളിച്ചോടാ. ഈ കൂട്ടത്തിൽ ഏത് മോനെ തടയണമെന്ന് കാണട്ടെ ഞാൻ. ഞാൻ അപ്പളേ പറഞ്ഞതാ അവനെ കത്തിക്കായിരുന്നു. ഇപ്പൊ എന്തായി? എടാ അവിടെ നിക്കടാ. എന്നാലും അവരിത് എവിടെ പോയതായിരിക്കും അമ്മേ? എന്റെ മോനും ഭർത്താവും അല്ലേ പുറത്തുപോയത്? എനിക്കില്ലാത്ത ടെൻഷൻ നിനക്ക് വേണ്ട. ഒരു ഭാര്യ വന്നിട്ട് വീട്ടിലേക്കല്ലേ? നിങ്ങൾ പേടിക്കണ്ട പിള്ളേരെ,
നിങ്ങളിനി ആരൊന്നും ചെയ്യാൻ പോണില്ല. ബാക്കി ഞാൻ നോക്കിക്കോളാം കേട്ടാ. അങ്കിളെ അങ്കിൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവന്മാരെന്നെ വെട്ടിക്കൊന്നാനെ. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ അങ്കിളെ ബൈ. എടാ നമുക്ക് പോയാലോ? എവിടെയായിരുന്നടാ? അല്ല അത് അച്ഛൻ എന്നെ നിങ്ങളിത് എവിടെ പോയി കിടക്കായിരുന്നു ഇത്ര നേരം? ആദ്യം ഇവൻ്റെ കൂടെ പുറത്ത് പോയത്. നിങ്ങളിങ്ങനെ കറങ്ങി നടന്നോ? ഇപ്പൊ കറണ്ട് കിടക്കേണ്ട ലാസ്റ്റ് ദിവസാ. ഇനി അവരൊന്ന് ഫ്യൂസ് ഒരുക്കൊണ്ടുമ്പോ പഠിച്ചോളൂ. എൻ്റെ പൊന്നെ അനിതേ, നീ മിണ്ടായിരിക്കും, ഞാൻ അടച്ചോടാ. എന്ത് പറഞ്ഞാലുണ്ടല്ലോ ഒരു ന്യായം. അനിതേ നിക്ക് ഞാൻ പറയട്ടെ. ഐ അല്ലെങ്കിലും ചില ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെയാ, പുറത്തു പോയി ഭയങ്കര മാസം കാണിക്കും, പക്ഷെ വീടിന്റെ അകത്ത് ഭാര്യയുടെ മുമ്പിൽ വെറും പൂച്ചയായിരിക്കും. സഖാവാണ് പോലും സഖാവ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളിത് എവിടെ എൻ്റെ അടുത്ത് പോരാതെ പോയത്? എടിന്ന് വലിയൊരു സംഭവം ഉണ്ടായ കാര്യം ആ മതി മതി, നിർത്ത്. ഇനി കള്ളക്കഥ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇനി മേലെ എൻ്റെ അടുത്ത് പറയാതെ എങ്ങോട്ടേലും പോയാലാ. അല്ല ഞാൻ എങ്ങും പോവില്ല. റേന